തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് KSEB ദേവസ്വം ബോർഡ് ബില്ലടയ്ക്കാത്തതിനെ തുടർന്നാണ് ഫ്യൂസ് ഊരിയത്. 96,426 രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. വൈദ്യുതി ബന്ധം നിലച്ചതോടെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിലുമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനായി ഇന്ന് രാവിലെയോടെയാണ് തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിക്കുന്നത്. അതായത് വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക വരുത്തി എന്നൊരു കാരണം കാണിച്ചുകൊണ്ടായിരുന്നു ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. 96,426 രൂപയുടെ ബില്ലാണ് ഇതുമായി ബന്ധപ്പെട്ട് KSEB നൽകിയത്. അതിനെ തുടർന്ന് ഇത് അടയ്ക്കാത്ത സാഹചര്യമുണ്ടായി എന്നാരോപിച്ചാണ് KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത്. അതോടെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ താളം ഇതുവരെ ഈ പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതിൽ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ബില്ല് ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രമാണ് ഈ വെള്ളായണി ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ തന്നെ ഒരു അതിപ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേജർ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വെള്ളായണി ക്ഷേത്രം, ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ അധീനത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് ഈ ബില്ല് അടയ്ക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രദേശവാസികളിൽ നിന്നെല്ലാം കിട്ടുന്നൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത്. അതായത് ക്ഷേത്രത്തിന്റെ മുൻ ഒരു ഉപദേശക സമിതി അംഗം സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇത്തരത്തിൽ ഒരു ഈ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ അടച്ചാൽ മതി എന്ന രീതിയിലേക്ക് ഒരു നോട്ടീസ് നൽകിയതായാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിട്ടുള്ളതായും ഈ ക്ഷേത്രത്തിൽ ബന്ധം വിച്ഛേദിക്കുന്നത് രാവിലെ ഏകദേശം 11 മണിയോടെയാണ്. ഇതുവരെ അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് ആണെങ്കിൽ ഇതിനകത്തൊരു സത്വരമായ ഒരു നടപടി ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കറണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു നടപടികളിലേക്ക് കടന്നിട്ടുമില്ല. ഏകദേശം മണിക്കൂറുകൾ ഇത് പിന്നിടുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിലെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തോട് ശ്രീകോവിലിനോട് ചേർന്ന് നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ ഈ ജനറേറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. നമ്മൾ പല പ്രദേശവാസികളുമായി രാവിലെ 11 മണിക്കാണ് അവര് ഈ പുനഃസ്ഥാപിക്കുന്നതിനായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രശാന്ത് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഇതുവരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് അറിവില്ല. നമ്മൾ അത്തരത്തിലുള്ളൊരു പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ക്ഷേത്രത്തിന്റെ ഭരണസമിതിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാത്രിയോടെയാണ് ക്ഷേത്രം ഇരുട്ടായതോടെയാണ് ജനങ്ങളും ആശങ്കയിലായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച കാര്യം പുറത്തേക്ക് അല്ലെങ്കിൽ വെളിയിൽ നാട്ടുകാരെല്ലാം അറിയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം വൈകുന്നേരമായതോടുകൂടി ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും എല്ലാം ഇരുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ സംഭവം ഇങ്ങനെയാണ് അല്ലെങ്കിൽ KSEB ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് ഇത്തരത്തിൽ ഇരുട്ടാക്കാൻ കാരണം എന്ന രീതിയിലേക്ക് വാർത്തകൾ പുറത്തേക്ക് വന്നതും ഈ വിവരങ്ങൾ പുറത്തേക്ക് വരികയൊക്കെ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശവാസികളുമായി നമ്മൾ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫീസ് ഊരിയതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. മുൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുൻ ഭരണസമിതി അംഗത്തിന്റെ പേരിൽ ഒരു നോട്ടീസ് അയച്ചതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതായത് ഈ ദേവസ്വം ബോർഡ് ഈ പൈസ അടയ്ക്കേണ്ടതില്ല. മുൻ ഭരണസമിതി ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പ്രദേശവാസിയും മുൻ ഉത്സവ കമ്മിറ്റി ചെയർമാനുമായ ഭുവനചന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഭുവനചന്ദ്രൻ, ഈ തിരുവനന്തപുരത്തെ വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചിരിക്കുകയാണല്ലോ, താങ്കളുടെ പ്രതികരണം? പ്രശാന്ത് തുടരുക. ഈ പ്രദേശവാസികൾ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്? ഇത്തരത്തിൽ ക്ഷേത്ര പരിസരം ഇരുട്ടായതോടുകൂടി പ്രദേശവാസികളെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവ സ്ഥലത്ത് ചെറിയ പ്രതിഷേധം ഉണ്ടായതായി നമുക്ക് അറിയാൻ കഴിയുന്നു. എന്നാൽ അത് വലിയ രീതിയിലേക്ക് പോയതുമില്ല. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വൈകുന്നേരമായതോട് താളം തെറ്റിയ നിലയിലേക്ക് എത്തുകയും ചെയ്തു. ഏകദേശം പരിസരം മൊത്തം ക്ഷേത്ര പരിസരം മൊത്തം ഇരുട്ടാകുകയും ഒക്കെ ചെയ്തു. അത്തരത്തിലൊരു സാഹചര്യവും ഉണ്ടായി. ഇതിൽ ദേവസ്വം ബോർഡ് എടുത്തൊരു നിലപാടാണ് ഇപ്പോൾ ഏറെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചൊരു നിലപാടാണ് ഇപ്പോൾ പ്രദേശവാസികളിലും ആശങ്ക ഉളവാക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ബില്ല് ദേവസ്വം ബോർഡ് അടയ്ക്കേണ്ടതില്ല. മുൻ ഭരണസമിതി അംഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ മുൻ ഭരണസമിതി അംഗത്തിന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ
ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രത്തിന്റെ ഇലക്ട്രിക്കൽ ബില്ല് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗമായിരുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ KCB-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലനിന്നത്. അതുകൊണ്ട് തന്നെ അവരടച്ചാൽ മതി എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തൊരു പ്രതികരണം ഉണ്ടാകണം. എന്നാൽ അത് ഇതുവരെ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ക്ഷേത്ര സമിതിയോ പ്രതികരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേ തുടർന്ന് അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ക്ഷേത്ര പരിസരം പുനഃസ്ഥാപിക്കുവാനോ അല്ല ക്ഷേത്ര പരിസരത്തേക്ക് വെളിച്ചം നൽകുവാനോ അല്ലെങ്കിൽ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനോ ആയിട്ടുള്ള ഒരു നടപടികളും ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണ സമിതിയോ സ്വീകരിച്ചിട്ടുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രതികരണം അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുമില്ല. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ക്ഷേത്രത്തോട് കാണിച്ചത്, അല്ലെങ്കിൽ വിശ്വാസികൾ സമൂഹത്തോട് കാണിച്ചത് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളും അഭിപ്രായപ്പെടുന്നത്. അതായത് തുടരുക. ഭുവനചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഭുവനചന്ദ്രൻ, താങ്കൾ പ്രദേശവാസിയും മുൻ ഉത്സവ കമ്മിറ്റി ചെയർമാനുമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട താങ്കളുടെ പ്രതികരണം എന്താണ്? ഇന്ന് രാവിലെ 11 മണിക്കാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുണ്ടായ കാരണം 96,432 രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് കറണ്ട് ഉപയോഗിച്ചതിന് അടയ്ക്കാനുണ്ട്. അതിന് 2 പ്രാവശ്യം അവർക്ക് നിയമ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും ഇവർക്ക് ബില്ല് കൊടുത്ത് അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം നോട്ടീസ് കൊടുത്തിരുന്നു. ഇതുവരെയും അടച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കറണ്ട് കട്ട് ചെയ്തത്. കറണ്ട് കട്ട് ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് സെക്രട്ടറി വെള്ളായണി ടെമ്പിൾ നേമം PO വെള്ളായണി. സെക്രട്ടറി എന്ന് പറയുന്നത് ഈ 30 വർഷത്തിന് മുമ്പ് സെക്രട്ടറി ഇവിടെ നിന്ന് ഉപദേശക സമിതി ഉണ്ടായിരുന്നു. ഉപദേശക സമിതിയല്ല, ഉത്സവ വെള്ളായണി ദേവി ക്ഷേത്ര സമിതി. ആ സമിതിയുടെ സെക്രട്ടറി ആയിരുന്ന ആളുടെ പേരിലാണ് അന്ന് കണക്ഷൻ എടുത്തിട്ടുള്ളത്. ആ പേര് വെച്ചിട്ടാണ് ഈ നിലവിൽ ഇപ്പം ഉപദേശ സമിതി ഇല്ല. ഉപദേശ സമിതിയെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2023 മെയ് മാസത്തിൽ പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ടതിനെതിരെ ഉപദേശ സമിതി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും അതിന്റെ ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. ആ നിലവിൽ ഉപദേശ സമിതി ഇല്ലായിരുന്ന സമയത്താണ് ഇവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസർ ഒരു ഉടായ്പ കാണിച്ചിട്ടുണ്ട്. 31/1/2023 ഒരു ലെറ്റർ കൊടുക്കുന്നതായിട്ട് ഡേറ്റ് ഇട്ടിട്ട് മുൻ ഉപദേശ സമിതി സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടാണ് 2023 ഡേറ്റിൽ ലെറ്റർ കൊടുക്കുന്നത്. ആ നിലവിൽ 31/1/2023 ഉത്സവ ഉപദേശ സമിതി നിലവിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ഉടായ്പ കാണിച്ചാണ് ഒരു ലെറ്റർ കൊടുത്തേക്കുന്നതെന്ന്. എന്നിട്ട് താങ്കളുടെ പേരിലുള്ള കണക്ഷൻ എന്റെ പേരിൽ വന്നിട്ടുള്ള കണക്ഷന്റെ തുക അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അയാള് നിയമ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും മുൻ ഉപദേശ സമിതി സെക്രട്ടറിയുടെ പേരിൽ കണക്ഷൻ ഇല്ല. നിലവില് പണ്ടത്തെ സെക്രട്ടറിയുടെ പേരിലാണ് കണക്ഷൻ. അപ്പൊ അതിൽ നിന്ന് അതുപോലെ മനസ്സിലാക്കാതെയാണ് ഈ ദേവസ്വം ഇവിടുത്തെ നിലവിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ പിരിച്ചുവിട്ട ഉപദേശ സമിതിയുടെ സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. രാവിലെയല്ലേ ഫ്യൂസ് ഊരിയത്? ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പരാതിപ്പെടാൻ ശ്രമിച്ചോ? പരാതിപ്പെടാൻ എല്ലാ രീതിയിലും സബ് ഗ്രൂപ്പ് അവിടെ നിലവിൽ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെയുള്ള ജീവനക്കാരുടെ അവർക്കൊന്നും ചെയ്യാനും അവസ്ഥയില്ല. ഇപ്പൊ ക്ഷേത്രം മൊത്തം ഇരുട്ടായി കിടക്കുകയാണ്. കോടികൾ വിലയുള്ള തിരുമുടിയാണ് ഈ ക്ഷേത്രത്തിൽ നിലവിൽ ക്ഷേത്രത്തിനുള്ളിലുള്ളത്. അതിന്റെ മാഹാത്മ്യത്തെ അതിന്റെ പവിത്രതയെ പറ്റിയൊക്കെ എല്ലാം പൊതുവെ എല്ലാ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയും വലിയ വിളവെടുപ്പുള്ള ഒരു ക്ഷേത്രമായിരുന്നിട്ട് പോലും
ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനക്കവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഉത്സവ സമയത്ത് കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വത്തിന് വരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും ആ പൈസ ദേവസ്വം ക്ഷേത്രത്തിനുള്ളിൽ ഉപയോഗിച്ച കറണ്ടാണ്. ആ കറണ്ടിന് പൈസ അടയ്ക്കാനുള്ള ദേവസ്വം ബോർഡാണ്. അതുപോലും അടയ്ക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടുള്ളതാണ് വാസ്തവം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? പ്രതിഷേധ പരിപാടി എന്ന് വെച്ചാൽ ഇത് നാളെയും കൂടി നോക്കട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആൾക്കാരെല്ലാം കൂടി നാട്ടുകാരും വിവിധ സംഘടനകളൊക്കെ ചേർന്ന് പ്രതിഷേധത്തിന് മുന്നോട്ട് പോകും. പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറാവും. നാളെയെങ്കിലും ദേവസ്വം ബോർഡ് കാശടച്ച് കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കി ഇരിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ ഭുവനചന്ദ്രൻ ഈ നിമിഷം ജനം ടി വിയോട് പ്രതികരിച്ചതിന്. തിരികെ പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, ഇപ്പോൾ ഭുവനചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസം കൂടി നോക്കിയതിന് ശേഷം പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഈ വൈദ്യുതി ബന്ധം നിലയിച്ചതിനെ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ വലിയ രീതിയിലുള്ളൊരു അനാസ്ഥയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. തീർച്ചയായും ഇതില് ഈ പ്രദേശവാസികളടക്കം ഭക്തരടക്കമുള്ളവർ ആരോപിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ ഒരു അനാസ്ഥ തന്നെയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതി അല്ലെങ്കിൽ 10-30 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഭരണസമിതി അംഗത്തിന്റെ പേരിലാണ് ഈ കണക്ഷൻ എടുത്തതെന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച വ്യക്തിയും ഭുവനചന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആ ഒരു ഭരണസമിതിയെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ പിരിച്ചുവിട്ട ഭരണസമിതിയിൽ നിന്നാണ് ഇപ്പോൾ ആ പിരിച്ചുവിട്ട ഭരണസമിതി തന്നെ ഇപ്പോൾ പണം അടയ്ക്കണമെന്നൊരു നിലപാടാണ് ദേവസ്വം ബോർഡ് എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച നോട്ടീസ് ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ കഴിയുന്നു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ ക്ഷേത്രത്തോട് കാണിച്ചത്. ദക്ഷിണ കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഏകദേശം ഒരു മാസക്കാലം ഉത്സവങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ വെള്ളായണി ക്ഷേത്രം. അതുമാത്രമല്ല ഈ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അല്ലെങ്കിൽ കോടികൾ വിലമതിക്കുന്ന തിരുമുടി അടക്കമുള്ളവ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് വെള്ളായണി ക്ഷേത്രം എന്നാണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ സംരക്ഷണം പൂർണ്ണമായും ഉറപ്പാക്കേണ്ടതാണ് ക്ഷേത്രത്തിന്. ഇത്തരത്തിൽ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള മോഷ്ടാക്കൾക്കടക്കം എത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു വീഴ്ച എന്ന് തന്നെ പറയാൻ സാധിക്കില്ല. കാരണം ഇത്രയും വലിയൊരു തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. നാളുകളായി ഈ ദേവസ്വം ബോർഡിനെ കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു ആരോപണം വന്നിരിക്കുന്നത്. തീർച്ചയായും ദേവസ്വം ബോർഡിന് വരുമാനം നൽകുന്നതിൽ ഏറിയ പങ്കും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുന്നതിൽ ഉത്സവ കാലത്തെല്ലാം അല്ലെങ്കിൽ അല്ലാതെ ആയാലും ശരി വരുമാനം ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വെള്ളായണി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് തുക അടയ്ക്കാൻ കഴിയുന്നതാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നു എന്നത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു മുൻ ഭരണസമിതി ഈ പണം അടയ്ക്കണം അല്ലെങ്കിൽ മുൻ സെക്രട്ടറി പണം അടയ്ക്കണം എന്ന രീതിയിലേക്ക് ഒരു കത്ത് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ദേവസ്വം ബോർഡ് അധികൃതരോട് ചോദിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പ്രതികരണത്തോടു കൂടി മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാനുള്ളത് ഈ നടപടിയാണ്. ക്ഷേത്രത്തോട് കാണിച്ച അനാദരവാണ് അല്ലെങ്കിൽ അനാസ്ഥയാണ്. ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ സമീപനമാണ് ഈ നിമിഷം നമുക്ക് ജനങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഭക്തസമൂഹത്തോട് പങ്കുവെക്കാനുള്ളത്. ഇത്രയും അതിപ്രശസ്തമായ തിരുവിതാംകൂറിൽ തന്നെ ഏറ്റവും അതിപ്രശസ്തമായ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തോട് കാട്ടിയിരിക്കുന്ന അവഗണന, അതാണ് ഈ KSEBയുടെ ആയാലും ശരി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ആയാലും ശരി ഇത്തരത്തിലൊരു നടപടിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം രാവിലെ 11 മണിക്ക് ആണ് ഈ സംഭവം ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി ബന്ധം, അതായത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന നടപടിയിലേക്ക് KSEB കടന്നത്. അതിനുശേഷം മണിക്കൂറുകൾ ഇത്ര പിന്നിടുന്നു. ഇപ്പോൾ 10 മണി അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷവും അത് പിന്നീട് പുനഃസ്ഥാപിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതുമായി ഉള്ള വെള്ളായണി ദേവീക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡ് ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഫ്യൂസ് ഊരിയത്. 96,426 രൂപയാണ് കുടിശ്ശിക വന്നിരിക്കുന്നത്. വൈദ്യുതി ബന്ധം നിലച്ചതോടെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിലുമാണ്. വിവരങ്ങൾ നൽകിയത്